പ്രിയപ്പെട്ടവരെ, മന്ന ദ ഡെയിലി ബ്രെഡിലേക്ക് ഹൃദയത്തിൻ്റെ സ്വാഗതം. ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിന് സ്പർശ്യമായ അനുഭവം കൊടുത്തിരുന്ന വ്യക്തിയായിരുന്നു ക്രിസ്തു. 3 പേരുടെ ജീവിതത്തെ ധ്യാനിക്കുവാൻ വേണ്ടി നമ്മൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാം. അതിലൊന്നാമത്തെ ആളാണ് മഗ്ദലക്കാരി മേരി. ആൾക്കൂട്ട വിചാരണയ്ക്ക് വേണ്ടി പിടിച്ച് ക്രിസ്തുവിൻ്റെ കാൽപാദങ്ങൾ മുമ്പിലേക്ക് വലിച്ചെറിയപ്പെട്ടവളാണ് മഗ്ദലന മേരി. പക്ഷെ അവൻ്റെ വാക്കുകൾക്കകത്ത് കലർന്ന ആർദ്രതയും അവൻ്റെ നോട്ടത്തിലെ സൗമ്യതയും ആ സ്ത്രീയുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിച്ചു കളഞ്ഞു. അവൾ പ്രതീക്ഷിച്ചതും അതായിരുന്നു. കരുണയോടുകൂടെ ആ നേരം തന്നെ നോക്കുന്ന ഒരു കണ്ണ്. അത് ക്രിസ്തു അവൾക്ക് സ്നേഹമായി പകർന്നു കൊടുക്കുകയും ചെയ്തു. രണ്ടാമത് നമ്മൾ കാണുന്നത് സക്കേവൂസ് എന്ന് പറയുന്ന മനുഷ്യനെയാണ്. ആൾക്കൂട്ടത്തിൽ നിന്ന് ഓടി മാറി അവൻ വരുന്ന വഴിയിൽ അവനെ കാണുവാനുള്ള ആഗ്രഹത്തോടുകൂടെ ഇലച്ചാർത്തുകൾക്കിടയിൽ മറഞ്ഞിരുന്നൊരു മനുഷ്യൻ. ആഗ്രഹത്തോടുകൂടെ നോക്കുമ്പോൾ താഴെ നിന്ന് അവനെ അരികിലേക്ക് വിളിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ വാക്കുണ്ട്. അഭിമാനിതനായി മാറുകയാണ് ജനക്കൂട്ടങ്ങൾക്ക് നടുവിൽ അവൻ. ക്രിസ്തു അവനോട് കാണിച്ചു കൊടുത്ത സ്നേഹത്തിൻ്റെ ആർദ്രതയും അതുതന്നെയായിരുന്നു. വീണ്ടും കുരിശിൽ കിടക്കുന്ന കള്ളനുണ്ട്. കൂടെ കിടക്കുന്നവൻ കുറ്റപ്പെടുത്തിയപ്പോൾ എൻ്റെ പാപം എന്നോട് പൊറുക്കണമേ എന്ന് ക്രിസ്തുവിനെ നോക്കി വേദനയിൽ നിവർന്നു നിന്നുകൊണ്ട് അവൻ പറയുന്നുണ്ട്. ക്രിസ്തു അവനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മനുഷ്യൻ്റെ ആവശ്യത്തിനനുസരിച്ച് സ്നേഹത്തിൻ്റെ അവതാരങ്ങളായി മാറാൻ നമ്മളെ കൊണ്ട് കഴിയണം. ആർദ്രമായ വാക്ക്, സാമീപ്യമുള്ള നോട്ടം, സ്നേഹവും സൗഹൃദവും ഇടകലർന്നുള്ള ജീവിതത്തിൻ്റെ രീതികൾ, ഇതൊക്കെയാണ് നിങ്ങളിലെ ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ വിഭിന്നനാക്കി മാറ്റുന്നത്. ഇതില്ലെങ്കിൽ പിന്നെ എന്ത് സുവിശേഷം? എങ്ങനെയാണ് നമ്മൾ നല്ല മനുഷ്യരായിട്ട് ലോകത്തുണ്ടാവുക? ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.